ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഏർപ്പെടുത്തിയ തത്തുല്യ ടാരിഫ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടാരിഫ് നമ്മളുടെ ഇന്ത്യക്ക് മേലെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏകദേശം 26% ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ടാരിഫ് ചുമത്തിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇനിയുള്ള നമ്മളുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഏതൊക്കെ അത് സെക്ടേഴ്സിനെ കാര്യമായി ബാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിന് നമുക്ക് അല്പമെങ്കിലും അഡ്വാൻറ്റേജസ് ഗുണകരമായിരിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിശദീകരണമാണ് ഇത് പറഞ്ഞത്. അപ്പം 27% ടാരിഫാണ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 26 to 27%. ചിലത് 26 ഉണ്ടായിരുന്നു, ഇവിടെ 27 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നാലും 26-27% ടാരിഫ് ഏർപ്പെട്ടിട്ടുണ്ട്. അത് മറ്റ് രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ത്യയുടെ മുകളിൽ ചുമത്തിയിരിക്കുന്നത് വളരെ കുറവാണ്. അതായത് ഈ ശ്രീലങ്ക, ബാംഗ്ലാദേശ്, തായ്ലൻഡ്, വിയറ്റ്നാമിൻ്റെയൊക്കെ മുകളിൽ വളരെ കൂടുതലാണ്. കാരണം വിയറ്റ്നാമും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് സർപ്ലസ് വിയറ്റ്നാമിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയെക്കാളിലും ട്രേഡ് സർപ്ലസ് വിയറ്റ്നാമിനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ടാരിഫ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് ഇന്ത്യ കൂടുതൽ അപ്പോൾ അതിന് നമുക്കൊരു ബേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഇന്ത്യയുടെ എക്കോണമിയുടെ കോമ്പറ്റീറ്റീവ്നെസ് അത് കൂട്ടുവാൻ സഹായിക്കും. കാരണം ഈ പറഞ്ഞ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ടാരിഫ് 26 അല്ലെങ്കിൽ 27%. ബംഗ്ലാദേശിൻ്റെ എത്രയായിരുന്നു ഇവിടെ നോക്കട്ടെ, ഇന്നലെ പറഞ്ഞാണ് മറന്നുപോയത്. 37% തായ്ലൻഡിനും ബംഗ്ലാദേശിനുണ്ട്. അപ്പോൾ ഇന്ത്യയെക്കാളിലും വളരെ കൂടുതൽ ടാരിഫ് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മുകളിലുണ്ട്, ബംഗ്ലാദേശിൻ്റെയൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അതൊരു കമ്പാരറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ വളരെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പ്രോഡക്ട്സ് ഇനി അമേരിക്കയിൽ ചെല്ലുന്നതിനേക്കാളിൽ വില കുറവായിരിക്കും നമ്മളുടെ പ്രോഡക്ട്സ്, സെയിം ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഗാർമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യക്കാളിൽ മുന്നിൽ നിൽക്കുന്നത് ഗാർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റൈലിൻ്റെ കാര്യത്തിൽ. അപ്പം ബംഗ്ലാദേശിൻ്റെ മുകളിൽ 37% ടാരിഫ് ഉള്ളതുകൊണ്ട് അവരുടെ മർച്ചൻഡൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് അമേരിക്കയിൽ വളരെ കോസ്റ്റ്ലി ആകാനും, അപ്പോൾ ഇന്ത്യക്ക് ടാരിഫ് കുറവായതുകൊണ്ട് ഇന്ത്യയുടെ സാധനങ്ങൾ വളരെ വിലക്കുറയാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ഇന്ത്യൻ പ്രോഡക്ട്സിന് തീർച്ചയായിട്ടും കൂടുതൽ ഒരു വെൽക്കം അല്ലെങ്കിൽ വിലക്കുറവാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റിനെ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ടാരിഫ് ചൈനയ്ക്ക് മേലെ 34% ഉണ്ട്. നേരത്തെ 20% ഉണ്ടായിരുന്നു. മൊത്തം കൂടെ 54%ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചൈനയും ഇന്ത്യയും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഒക്കെ ഏരിയ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുമോ, തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന പൊട്ടൻഷ്യലുള്ള ഉണ്ടാകുമെന്നല്ല പറയുന്നത്. അത് നമ്മളെ പോളിസി മേക്കേഴ്സും ഇൻഡസ്ട്രിയലിസ്റ്റും എല്ലാവരും ഒരുപോലെ ആ അവസരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം മറ്റ് ഈ ഇൻഡസ്ട്രി മാർക്കറ്റ് എക്സ്പേർട്സ് പറയുന്നത്, കാരണം ഇന്ത്യയുടെ എക്സ്പോർട്ട് വളരെ കുറച്ച് മാത്രമേ ബാധിക്കത്തുള്ളൂ. കാരണം റേറ്റ് മറ്റുള്ള രാജ്യങ്ങളെക്കാളും കുറവാണ് നമ്മുടെ മേൽ ചെലുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ടിനെ കാര്യമായി ബാധിക്കത്തില്ല. എന്നാലും ചില സെക്ടേഴ്സിനെയൊക്കെ അത് ബാധിക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നേരത്തെ ഇല്ലാത്തൊരു ടാരിഫ് ഇപ്പോൾ ഏർപ്പെടുത്തുമ്പോൾ എന്തായാലും നമ്മളുടെ പ്രോഡക്ട്സ് അവിടെ കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ കോസ്റ്റ്ലി ആകുമ്പോൾ അവിടുത്തെ ഇമ്പോർട്ടേഴ്സ് അതിനേതെങ്കിലും തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി അവർ മേടിക്കാനുള്ള സാധ്യത കാണത്തുള്ളൂ. പക്ഷേ ചില പ്രോഡക്ട്സിലൊക്കെ അല്ലെങ്കിൽ ചില സെഗ്മെൻറ്റിലൊക്കെ, ഇപ്പോൾ ടെക്സ്റ്റൈൽ അപ്പാരൽ, അതിനകത്തിൽ ബംഗ്ലാദേശിനും വിയറ്റ്നാമിനാണ് ഏറ്റവും കൂടുതൽ നമ്മളെക്കാളിലും മേൽക്കോയ്മ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പോൾ അവരുടെ മുകളിൽ ഇപ്പോൾ ടാരിഫ് കൂടുതൽ ചുമത്തിയത് കൊണ്ട് അവരുടെ പ്രോഡക്ട്സ് ഇനിയും വളരെ കോസ്റ്റ്ലി ആയിരിക്കും അമേരിക്കൻ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അവർക്ക് വളരെ കൂടുതലായിട്ടുള്ള ചിലവുകൾ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അമേരിക്കൻ മാർക്കറ്റിലെത്തും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ മുകളിലുള്ള താരിഫ് കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതിലും വില കുറച്ച് നമുക്ക് വിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ എന്താ പറയുന്നത് ഇന്ത്യൻ പ്രോഡക്ട്സിന് ഒരു സ്വീകാര്യത അമേരിക്കൻ മാർക്കറ്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അപ്പം വിയറ്റ്നാമിൻ്റെ മുകളിൽ 46% ഉണ്ട്, 37% തായ്ലൻഡിൻ്റെയും ബംഗ്ലാദേശിൻ്റെ മേളിലുണ്ട്. അപ്പോൾ അമേരിക്ക ട്രേഡിൽ ഇന്ത്യക്കാണ് സർപ്ലസ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 40 ചില്ലാനം ബില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് സർപ്ലസ് ഉണ്ട്.
പിന്നെ വിയറ്റ്നാമിൻ്റെയും തായ്ലൻഡിൻ്റെയൊക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ട്രേഡും അമേരിക്കയായിട്ടുള്ള ട്രേഡും കുറവാണ്, സർപ്ലസും വളരെ കുറവാണ്. മനസ്സിലല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ അത് കാര്യമായി ബാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ചില എക്സ്പേർട്സ് പറയുന്നത്, ഇപ്പം നമ്മൾ അമേരിക്കയിലേക്ക് ഉള്ള നമ്മുടെ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോൺസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഫിഷറീസ്, ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ഇതൊക്കെ പിന്നെ അനുകൂലമായിട്ടല്ലാതെ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ഈ 27% ടാരിഫിൻ്റെ ഒരു കാരണത്താൽ ഈ പറഞ്ഞ സെക്ടേഴ്സിനെയൊക്കെ അത് കാര്യമായി ബാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ അമേരിക്കയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇക്കണോമിക് റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും ഡയറക്റ്റായിട്ടല്ല, ഈ ടാരിഫ് ഡയറക്റ്റായിട്ട് ബാധിക്കത്തില്ല സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി സെക്ടറിനെ. പക്ഷേ അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ എക്സ്പോർട്ട് മാർക്കറ്റുകളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാന്ദ്യം, ഇക്കണോമിക് സ്ലോ ഡൗണോ റിസഷനോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യൻ സോഫ്റ്റ്വെയറിനെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ മേലെ ഇന്ത്യയെ അപേക്ഷിച്ച് വൻ ടാരിഫുകൾ ചുമത്തപ്പെട്ടത് കൊണ്ട് അത് ഇന്ത്യക്ക് നല്ലൊരു അവസരമാണ്. കാരണം ഗ്ലോബൽ ട്രേഡിലും മാനുഫാക്ചറിങ്ങിലും ഒക്കെ നമ്മളുടെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അത് ഇന്ത്യക്ക് നല്ലൊരു അവസരമാണ് എന്നാണ് ചില എക്സ്പേർട്സുകൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇനി അത് എങ്ങനെ യാഥാർത്ഥ്യമായി തീരും എന്നുള്ളത് നമ്മളതിനെ എങ്ങനെ, ഈ അവസരങ്ങളെ നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം 34 അല്ലെങ്കിൽ 37% ടാരിഫുള്ള രാജ്യം, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം പറഞ്ഞു, ടെക്സ്റ്റൈൽ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് പോകുമ്പോൾ വില കൂടുതലായിരിക്കും. അപ്പോൾ 26-27% മാത്രം ടാരിഫുള്ള ഇന്ത്യ ഈ സെയിം പ്രോഡക്റ്റിനെ കയറ്റി അയക്കുമ്പോൾ അത്രയും കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ഉണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രോഡക്ട്സിന് സ്വീകാര്യത കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതിനെ എത്രത്തോളം നമ്മളുടെ പോളിസി മേക്കേഴ്സും ഇൻഡസ്ട്രിയലിസ്റ്റും അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സും അതിനെ എങ്ങനെ ഈ അവസരത്തെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെയും കൂടെ ആശ്രയിക്കും. അപ്പം ഈ പറഞ്ഞ ഗെയിൻസ് അല്ലെങ്കിൽ നേട്ടങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടൊന്നും വരത്തില്ല. കാരണം ഇന്ത്യക്ക് ഇനി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റിഫോംസ്, നമ്മുടെ എക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ ഒത്തിരി ചെയ്യാനുണ്ട്. പിന്നെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനെ കൂട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ ഒരു നേട്ടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അല്ല ചുമ്മാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് മേലെ കൂടുതൽ ടാരിഫാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നേട്ടങ്ങൾ ലഭിക്കും എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല. അപ്പം നമ്മളുടെ മേഖലകൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അതിനകത്തിൽ വേണ്ട മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ മറ്റു രാജ്യങ്ങളുടെ ഇപ്പോൾ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസരം ഇന്ത്യക്ക് കൂടുതൽ മുതലെടുക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കത്തുള്ളതാണ്. ഇന്ത്യയുടെ എക്സ്പോർട്സിൽ അമേരിക്കയിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ടോപ്പ് ഡെസ്റ്റിനേഷനാണ് അമേരിക്ക എന്ന് പറഞ്ഞത്. ഏകദേശം നമ്മളുടെ ടോട്ടൽ കാർഗോ ഷിപ്പ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 18% അമേരിക്കയിലാണ്. ഇലക്ട്രിക് മെഷീനറി, എക്യുപ്മെൻറ്റ്, മൊബൈൽ ഫോൺസ്, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ പേൾസ്, ജെംസ്, ജ്വല്ലറി, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട സെക്ടറാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഇതൊക്കെ തന്നെ നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക്. അപ്പം നമ്മുടെ ടോപ്പ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനാണ് അമേരിക്ക, അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. ചില മേഖലകളിൽ സ്മാർട്ട് ഫോണിൻ്റെയും ഡയമണ്ടിൻ്റെയും ജ്വല്ലറി ഐറ്റംസ്, അതുപോലെ ചില ടെക്സ്റ്റൈൽസ്, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് ചില വെല്ലുവിളികൾ ഉണ്ട്. കാരണം ഈ ഒരു മേഖലകൾ ചൈനയൊക്കെ തന്നെ വൻതോതിൽ ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ പറഞ്ഞ മേഖലകളെ ഇന്ത്യക്ക് കൈയടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കാരണം ചൈനയ്ക്ക് മേലുള്ള വൻതോതിലുള്ള ടാരിഫ് കാരണം ചൈനയ്ക്ക് ഇനിയും
ചീപ്പായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ചീപ്പ് പ്രൈസിൽ അല്ലെങ്കിൽ ചീപ്പ് കമ്മോഡിറ്റീസ് എന്നുള്ളൊരു ലേബലിൽ, വില കുറഞ്ഞ സാധനങ്ങൾ എന്ന ലേബലിൽ ഇനിയും അമേരിക്കയിലോട്ട് ചൈനയ്ക്ക് മെർച്ചൻഡൈസോ ഗുഡ്സോ ഒന്നും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അത് വർദ്ധിച്ചു വരുന്നൊരു, കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന് ട്രംപ് പറയുമെങ്കിലും ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം റഷ്യ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്നല്ല റഷ്യ ഒഴിവാക്കിയിട്ടുണ്ട്. റഷ്യ അമേരിക്ക തമ്മിൽ ട്രേഡ് വളരെ കുറവാണ് എന്നത് തന്നെ. ഇന്ത്യക്കെതിരെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ടാരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ ഒരുപക്ഷെ തീർച്ചയായിട്ടും അതിനകത്തിൽ കുറേയൊക്കെ ഇളവുകൾ വരുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പം ഏഷ്യൻ റീജിയനിലെ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിയറ്റ്നാം, തായ്ലൻഡ്, തായ്വാൻ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളുടെ എല്ലാം മേൽക്ക്, ശ്രീലങ്ക ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലെ ഇന്ത്യയുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നതിനേക്കാളും കൂടിയ ടാരിഫാണ് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം മേൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടെ ലക്ഷ്യമാക്കിക്കൊണ്ടാണോ ട്രംപിൻ്റെ ഇതുപോലുള്ള പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങൾ, അവരുടെ ഈ ടാരിഫ് പോളിസി നമുക്ക് ആ രീതിയിൽ കൂടെ നമുക്ക് ഒരുപക്ഷെ നോക്കി കാണേണ്ടി വരും. അല്ലെങ്കിൽ കാരണം ഇന്ത്യയോട് പ്രത്യേകിച്ച് ഫേവർ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇന്ത്യ അമേരിക്ക തമ്മിലാണ് 40 ബില്യന് മേലെ, ഏകദേശം 50 ബില്യൺ അടുത്തുള്ള ട്രേഡ് സർപ്ലസ് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് കുറവാണ് ട്രേഡും, ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡിൽ ഈ പറയുന്ന 40 മുതൽ 45 ബില്യൺ ഡോളറിൻ്റെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുക, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് തിരിച്ച് കുറവ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നമുക്കാണ് ട്രേഡ് സർപ്ലസ് ഉള്ളത്. അപ്പം മറ്റ് രാജ്യങ്ങൾ, വിയറ്റ്നാമൊക്കെ വളരെ കൂടുതലാണ്. തായ്ലൻഡും തായ്വാനും ഒക്കെ തന്നെ നല്ല, വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗ്ലാദേശ്, ഇവരെല്ലാം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ചൈന ഓഫ് കോഴ്സ് പറയാനുള്ള ഇറ്റ്സ് എ ജയൻറ്റ്. അപ്പം അങ്ങനൊരു അവസ്ഥാന്തരം നിലനിൽക്കുമ്പോൾ ഇന്ത്യക്കെതിരെ മാത്രം ഈ കുറഞ്ഞ ഒരു ടാരിഫ് ചുമത്തിയതിൻ്റെ ഉദ്ദേശം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്ത്യയെ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഒരു ഹബ്ബായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമാണോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് വരും കാലങ്ങളിൽ മാത്രം ഈ മാറ്റങ്ങൾ എത്രത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞുള്ള നമ്മുടെ ട്രേഡ് ഡേറ്റ അല്ലെങ്കിൽ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞൊരു ലോവർ ടാരിഫ് ഇന്ത്യൻ എക്കോണമിയെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത്, കാരണം എന്തൊക്കെയായാലും ശരി ഈ ടാരിഫ് ഗ്ലോബൽ GDP ബാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ പലരും പല ഡേറ്റ അല്ലെങ്കിൽ പല സ്റ്റാറ്റിസ്റ്റിക്സാണ് പറയുന്നത്. കാരണം ഇന്ത്യക്ക് ഏകദേശം 33 ബില്യൺ ഡോളറോളം, അതായത് നമ്മുടെ GDP-യുടെ 0.8 മുതൽ 0.9% വരെ നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ചില എക്സ്പേർട്സ് പറയുന്നത്. അത് 26 അല്ലെങ്കിൽ 27% ടാരിഫിൻ്റെ വെളിച്ചത്തിൽ. അതുപോലെ തന്നെ മറ്റ് ചില ഇടങ്ങളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയുടെ മുകളിൽ ഈ വർദ്ധിച്ചതുപോലുള്ള ടാരിഫ്, അതുപോലെ തന്നെ അവരുടെ ഈ എക്സസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി, പിന്നെ അവർ ഈ എക്സസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി കൊണ്ടാണ് അവർ ശരിക്കും ഡംപ് ചെയ്യുന്നത് ലോകം മൊത്തം അങ്ങനെയാണല്ലേ, ലോക മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും എല്ലാം. കാരണം ഇപ്പം മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റ്, സൗദി, ടർക്കി, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുടെ ഈ ഡംപിങ്ങിനെ പേടിച്ച് അല്ലെങ്കിൽ ഡംപിങ്ങിൻ്റെ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലും അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചൈന ഇന്ത്യയും തമ്മിൽ കൂടുതൽ സൗഹൃദം പങ്കുവെക്കുവാൻ, അല്ലെങ്കിൽ കൂടുതൽ നിലനിൽക്കുന്ന ബോർഡർ ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ചൈന തയ്യാറായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്ട്സ് കൂടുതൽ ഈ നഷ്ടപ്പെട്ട മാർക്കറ്റ് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും അവരുടെ ഇൻ്റലിജൻസ് അറിയാം. കാരണം അവരുടെ ആൾക്കാരെല്ലാം തന്നെ
വലിയൊരു രാജ്യമായതുകൊണ്ടും സ്റ്റേറ്റ് ആയതുകൊണ്ടും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അവരുടെ ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഭാവിയിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് മുന്നേ കൂട്ടിക്കൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യയുമായിട്ട് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം തന്നെ ബ്രിക്സ് സമ്മിറ്റിൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഈ രാജ്യങ്ങളും തമ്മിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി അത് ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. ചൈനയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നഷ്ടപ്പെടാൻ പോകുന്ന മാർക്കറ്റ് ഇന്ത്യ പോലുള്ള വലിയ മാർക്കറ്റിൽ കൂടുതൽ ആക്സസ് കിട്ടുകയോ അല്ലെങ്കിൽ കാരണം നമ്മൾ ഡോക്ലാം ഉണ്ടായതിനു ശേഷം ചൈനയുമായിട്ടുള്ള ട്രേഡിലൊക്കെ നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നില്ല ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുവാനും കൂടുതൽ ട്രേഡ് ഇന്ത്യ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ തന്നെയാണ് ചൈനയുടെ ശ്രമം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ ഇനിയും ചൈനയുടെ പ്രോഡക്ട്സുകളും ഗുഡ്സുകളും ഒക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ ഒരു ഭീഷണി നേരിടുന്നുണ്ട് ചൈനയുടെ ഭാഗത്തുനിന്ന്. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൻ്റെ ഈ ടാരിഫിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ട്രേഡിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള യാതൊരു വിഷയമല്ല. കാരണം ഇപ്പം ഇന്ത്യൻ പ്രോഡക്ട്സ് അമേരിക്കയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അത് എത്രത്തോളം ബാധിക്കും, ഏതൊക്കെ സെക്ടറിനെ ബാധിക്കും എന്നുള്ളത് നമ്മുടെ വിഷയം. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പം ഈ പറഞ്ഞ ട്രേഡ് വാർ നിലനിൽക്കില്ല. ചില ചെറിയ ചെറിയ ഇഷ്യൂസ് അല്ലാതെ. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ ഗുഡ്സ് ഇപ്പോൾ ചൈന സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൽ തന്നെ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ ടാരിഫ് അവർ മെക്സിക്കോ ബേസായിട്ട് അവരുടെ മാനുഫാക്ചറിങ് എല്ലാം കുറേ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് മെക്സിക്കോ ബേസ്ഡ് ആയിട്ട് മെക്സിക്കോയിൽ നിന്ന് പിന്നെ അമേരിക്കക്ക് ഇത് ചെയ്യാൻ തുടങ്ങി, എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, മെയ്ഡ് ഇൻ മെക്സിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്തിൽ ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ അവർ ബംഗ്ലാദേശിനെ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ ബേസ് ആയിക്കൊണ്ട് അവരുടെ മാനുഫാക്ചറിങ് എല്ലാം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷേ ഇപ്പം ബംഗ്ലാദേശിൻ്റെ മുകളിൽ ഇപ്പം കൂടുതൽ ടാരിഫ് വന്നിട്ടുണ്ട്. ഇനി അവർ ആ ഒരു പിന്നെ റൂട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്ന് അറിയില്ല ചൈന. അപ്പം വേണമെങ്കിൽ ഇനി അവർക്ക് ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ ഇന്ത്യയിൽ കൂടെ അവർക്ക് വേണമെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ്ങിനെല്ലാം ഏകദേശം ഇങ്ങോട്ട് റീപ്ലാന്റ് ചെയ്തിട്ട് ഇവിടുന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ ചിലവിൽ അവർക്ക് അമേരിക്കയിലേക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയുള്ള ലൂപ്പ് ഹോൾസും ഓൾട്ടർനേറ്റീവുള്ള റൂട്ട്സ് എല്ലാം ഗ്ലോബൽ എക്കോണമിയിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ നമുക്ക് ചൈനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ചൈനയുടെ മുകളിൽ അമേരിക്കയുടെ ടാരിഫ് ഉള്ളതുകൊണ്ട് ഇപ്പം മെക്സിക്കോ അമേരിക്കയും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉള്ള രണ്ട് രാജ്യങ്ങളാണ്. മെക്സിക്കോ ഏറ്റവും അയൽ രാജ്യമാണ് അമേരിക്കയുടെ. അപ്പോൾ ചൈന മെക്സിക്കോ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചൈന മെക്സിക്കോയിലേക്ക് പോയിട്ട് അവിടെ ബിസിനസ് ചെയ്തിട്ട് അവിടുന്ന് അവർ മെയ്ഡ് ഇൻ മെക്സിക്കോ എന്ന് പറഞ്ഞ ലേബലിൽ അമേരിക്കയിലേക്ക് അവർ വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ടാരിഫിൻ്റെ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഒന്നും എന്താണ് പറയുന്നത് സമ്മർദ്ദമില്ലാതെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ ആദ്യത്തെ വരവോടുകൂടി അവർ ചൈനയ്ക്കെതിരെ ഏർപ്പെട്ടിട്ടുള്ള ആ ടാരിഫിൻ്റെ വെളിച്ചത്തിൽ അവർ മെക്സിക്കോയിലേക്ക് ഒത്തിരി മാനുഫാക്ചറേഴ്സ് പോവുകയും ചൈനീസ് ബിസിനസ് അവിടെ പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അങ്ങനെ മെക്സിക്കോയിൽ നിന്ന് അവർ പ്രോഡക്ട്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അവർ അങ്ങനെ തുടങ്ങാനുള്ള പരിപാടിയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇനി ഇന്ത്യയിൽ നിന്ന് ചിലപ്പം ചൈന അങ്ങനെയുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി ഇന്ത്യയുടെ മുകളിലുള്ള ടാരിഫ് കുറവാണ്. ചിലപ്പോൾ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ഈ ട്രേഡ് ടോക്സിക്കൂടെ ചിലപ്പം എന്തെങ്കിലും ഇളവുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഇന്ത്യ ബേസ് ആയിക്കൊണ്ട് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് ചൈനീസ് പ്രോഡക്ട്സിന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ലേബലിൽ അമേരിക്കയിലേക്ക് ചിലപ്പോൾ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ എക്കോണമിയിൽ എന്തും സാധ്യമാകാം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക്. പിന്നെ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് പ്രോഡക്ട്സ്, മൊബൈൽ ഫോൺസ് ഇതുപോലുള്ള മേഖല ഏകദേശം ഈ വളരെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് വളരെ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആപ്പിൾ ഐഫോൺ നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഒരു മൊബൈൽ ഫോണിൻ്റെ എക്സ്പോർട്ട് ഏകദേശം $6 ബില്യൺ കൂടി കഴിഞ്ഞു. അപ്പോൾ ടാരിഫിൻ്റെ വെളിച്ചത്തിൽ ചിലപ്പോൾ അതിനകത്തൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഈ ഐഫോൺ നിർമ്മിക്കാൻ വേണ്ട പല കമ്പോണൻസ് കുറച്ചൊക്കെ നമ്മൾ ലോക്കലായിട്ട് അതായത് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ട കമ്പോണൻസ് കുറച്ചൊക്കെ ലോക്കലി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കമ്പോണൻസ്, സ്പെയർ പാർട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിൻ്റെ കമ്പോണൻസ് വരുന്നത് ചൈന, സൗത്ത് കൊറിയ, തായ്വാൻ. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ മേലും വളരെ വലിയ ടാരിഫ് ഉള്ളതുകൊണ്ട് ഈ ആപ്പിൾ
അവരിൽ നിന്ന് ഈ കമ്പോണൻസ് ഉയർന്ന വിലയ്ക്ക് മാത്രമേ അവർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ പ്രോഡക്ട്സിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോർട്ടിനെ അത് ബാധിക്കാം. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇന്ത്യ അസംബിൾഡ് ഐഫോൺസ് ഈ പറഞ്ഞ ഈ മേഖലയിലെ എക്സ്പോർട്ടൊക്കെ കുറയുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ മാനുഫാക്ചറേഴ്സ് കമ്പോണൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ലോക്കൽ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ സപ്ലൈസിൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കാൻ സാധിക്കും. അതൊക്കെ സ്മോൾ ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെ കാരണം ചെറിയ ചെറിയ കമ്പോണൻസും പാർട്സും നട്ട്സും ബോൾസും ഒക്കെ നിർമ്മിക്കുന്ന ഒത്തിരി പിന്നെ സ്മോൾ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ്പോർട്ട് കുറയുകയാണെങ്കിൽ ബിസിനസ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അത് വൻതോതിൽ ബാധിക്കുകയും രാജ്യത്ത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത തരത്തിലുള്ള അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ജോബ് ലോസ് ബിസിനസ് ലോസ് ഒക്കെ ഒത്തിരി ചെറുകിട സംരംഭങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ട ഭീഷണിയിലൊക്കെ ആകും. 2023-24 ഇലക്ട്രിക് പ്രോഡക്ട്സ് മൊബൈൽ ഫോൺസ് ഏകദേശം അമേരിക്കയിലേക്ക് നമ്മുടെ ഉള്ള എക്സ്പോർട്ടിൻ്റെ 14% വരുന്നു. അപ്പം വിയറ്റ്നാമിൻ്റെയും തായ്ലൻഡിൻ്റെയും മേളിലൊക്കെയുള്ള ഹയർ ടാരിഫ്സ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവരാണ് ഈ മേഖലകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഇലക്ട്രോണിക്സ് പണ്ട് മുതൽ ജപ്പാൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ, വിയറ്റ്നാം, തായ്ലൻഡ്, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ വളരെ അഗ്രഗണ്യന്മാരാണ്. അപ്പം ഇപ്പോൾ അവർക്ക് മുകളിൽ ഉയർന്ന ടാരിഫ് ഉള്ളത് കൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അവസരം തുറന്നു കിടപ്പുണ്ട്. പക്ഷേ അത് നമ്മൾ എത്രത്തോളം വിനിയോഗിക്കും അല്ലെങ്കിൽ വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ ജെംസ് ആൻഡ് ജ്വല്ലറി, പേൾസ്, ജെംസ്, ജ്വല്ലറി ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ അമേരിക്കയിലൊക്കെയുള്ള എക്സ്പോർട്ടിൻ്റെ നല്ലൊരു ഭാഗമുണ്ട്. ആൻഡ് അമേരിക്കയുടെ ജ്വല്ലറി എക്സ്പോർട്ടിൻ്റെ 30% ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 26-27% ടാരിഫ് നിലവിൽ വരുമ്പോൾ ഈ പറഞ്ഞ മേഖലയെ അത് സാരമായി ബാധിക്കും. അപ്പോൾ ഈ ഐഫോണിൻ്റെയും ഇലക്ട്രിക്കൽ പ്രോഡക്ട്സിൻ്റെയൊക്കെ എക്സ്പോർട്ട് പിന്നെ ഈ ജെംസിനെയും ജ്വല്ലറിയൊക്കെ പിന്നെ മറികടന്ന് 1-ാം സ്ഥാനത്ത് ആകുന്നത് വരെ ജെംസും ജ്വല്ലറിയും ഒക്കെ തന്നെ അമേരിക്കയിലൊക്കെയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അത് 13% പിന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ രാജേഷ് എക്സ്പോർട്സ്, ടൈറ്റാൻ, കല്യാൺ ജ്വല്ലേഴ്സ്, ത്രിഭുവനദാസ്, ഭീംജി, സവേരി ഇതൊക്കെയാണ് ഇന്ത്യയിലെ ടോപ്പ് ജ്വല്ലറി എക്സ്പോർട്ടേഴ്സ് അമേരിക്കയിലേക്കുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ബിസിനസ്സിനെ അത് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് വളരെ പ്രധാനപ്പെട്ട അമേരിക്ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ തൽക്കാലം അതിൻ്റെ റെസിപ്രോക്കൽ ടാരിഫ്സ് നിന്ന് ഒഴിവാക്കണം. കാരണം അമേരിക്കയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ സെക്ടറൽ ടാരിഫ് ഫാർമസ്യൂട്ടിക്കൽസ് ചിലപ്പോൾ ഏർപ്പെടുത്താം. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഈ അമേരിക്ക വൻതോതിൽ ഇന്ത്യയിൽ നിന്നും ജനറിക് ഡ്രഗ്സ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെ ചീപ്പായിട്ട്, ബെറ്റർ ക്വാളിറ്റി മെഡിസിൻസ്. അപ്പോൾ അതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10% അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ 10% നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആണ്. അതിനകത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലൂപ്പിൻ, സിപ്ല, സൺഫാർമ, ഡോക്ടർ റെഡീസ്, അതുപോലെ ഗ്ലാൻഡ് ഫാർമ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പോർട്ടേഴ്സ്. പിന്നെ ജനറിക് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ്. അത് പിന്നെ വൻതോതിൽ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പിന്നെ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജനറിക് ഡ്രഗ്സിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു രാജ്യമില്ല ഇത്രയും ക്വാളിറ്റിയിലും അല്ലെങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരതിനെ ഒഴിവാക്കി തൽക്കാലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ടെക്സ്റ്റൈൽ അപ്പാരൽസ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു വലിയൊരു കോമ്പറ്റീറ്ററാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയും ഒരു അപ്പാരലിൻ്റെയും ടെക്സ്റ്റൈലിൻ്റെയൊക്കെ എക്സ്പോർട്ടറാണ്, വൻതോതിലുള്ള എക്സ്പോർട്ടറാണ്. പക്ഷേ ബംഗ്ലാദേശിൽ നമ്മൾ കടുത്ത മത്സരം ചൈന, പിന്നെ വിയറ്റ്നാം, തായ്ലൻഡ്, ശ്രീലങ്ക ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ടെക്സ്റ്റൈൽസ് അപ്പാരൽസിൻ്റെ നല്ല മാനുഫാക്ചറേഴ്സാണ്. അപ്പോൾ അവരിൽ നിന്നെല്ലാം ഇന്ത്യ നല്ല ഭീഷണികൾ അല്ലെങ്കിൽ മത്സരം നേടുന്ന ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ അവർക്ക് മുകളിൽ ഈ പറഞ്ഞ ഉയർന്ന ടാരിഫ് ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഈ മേഖലയിലും നല്ലൊരു വാതായനം തുറന്നിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്പർച്യൂണിറ്റീസിനെ, അവസരങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ.
ബംഗ്ലാദേശിൻ്റെയും ചൈനയുടെയും മുകളിലുള്ള ഈ വൺ ടാരിഫ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാനുഫാക്ചേഴ്സിന് ഇപ്പോൾ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ പറഞ്ഞ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിലുള്ള മാനുഫാക്ചറേഴ്സ് ഒക്കെ ചിലപ്പം ഇന്ത്യയിലേക്ക് അവരുടെ പ്ലാന്റ് അല്ലെങ്കിൽ ബിസിനസ് റീപ്ലാന്റ് ചെയ്ത് പ്രൊഡക്ഷൻ റീപ്ലാന്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റീൽ ആൻഡ് അലുമിനിയം എക്സ്പോർട്ടേഴ്സ്, ഓട്ടോ പാർട്സ് എക്സ്പോർട്ടേഴ്സ്, അവരെല്ലാം തന്നെ ഈ പറഞ്ഞ ടാരിഫ് വരുന്നതോടുകൂടി പിന്നെ അവരുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഉള്ള പല മേഖലകളും ഇന്ത്യക്ക് ഈ ടാരിഫ് വരുന്നതോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ടാരിഫ് കുറവായതുകൊണ്ട് ഈ മേഖലകളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു തരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ പോളിസി മേക്കേഴ്സും ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികൾ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭരണകൂടം, രാഷ്ട്രീയ ഭരണകൂടമോ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സോ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെ കൂടെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നമുക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ മുതലാക്കുവാൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, കൂടുതൽ റിഫോംസ് വേണ്ട മേഖലകളിൽ കൂടുതൽ റിഫോംസ് ഉണ്ടാക്കി കൊടുക്കുക, അത് ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് ഇൻഡസ്ട്രിയൽ ഹൗസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ട്രംപിൻ്റെ പുതിയ ടാരിഫ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചില മേഖലകൾ, വളരെ ചുരുക്കം ചില മേഖലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുള്ളൂ. കാരണം ഇത് മാത്രമല്ലല്ലോ നമ്മുടെ എക്കോണമിയുടെ സെക്ടേഴ്സ് ആണല്ലോ, ഒത്തിരി മേഖലകളുണ്ടല്ലോ. നേരിട്ടും അല്ലാതെയും ബാധിക്കാവുന്ന ഒത്തിരി മേഖലകളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, സ്റ്റീൽ, അലൂമിനിയം, ഓട്ടോമൊബൈല്, പിന്നെ ഐ ടി നേരിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അതിനെ ബാധിക്കും. കാരണം ഈ വെസ്റ്റേൺ മാർക്കറ്റിലും അല്ലെങ്കിൽ അതുപോലുള്ള ജപ്പാൻ ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള റിസഷനോ അല്ലെങ്കിൽ ഇക്കണോമിക് സ്ലോ ഡൗണോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഐ ടി ഇൻഡസ്ട്രിയെ ബാധിക്കാവുന്നതാണ്. ടാരിഫ് നേരിട്ട് ബാധിക്കുന്നില്ല, കാരണം ഐ ടി പ്രോഡക്ട്സിൻ്റെ മുകളിലൊന്നും ടാരിഫ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ടിൽ ദെൻ ഗുഡ് ബൈ, ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.